ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നാം പഠിച്ചിരുന്നു. അവ നാം ഒരിക്കൽ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു അവസരത്തിലും മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നാം ഗൗരവത്തിലെടുക്കാറില്ല. എന്നാൽ മത്സര പരീക്ഷകൾ നാം എഴുതുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും നമുക്ക് നെഗറ്റീവ് മാർക്ക് വാങ്ങിത്തരുന്നതും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ: കേരളം, ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ചില വീഡിയോസിൽ കണ്ട കോഡാണ് ഈ കാണുന്നത്. കേരളത്തിൽ നിന്നും ഗോമാത കർണാടക വഴി ഗുജറാത്തിലെത്തി. കേരളം ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ദെൻ കർണാടക, ഗുജറാത്ത്. കേരളത്തിൽ നിന്നും ഗോമാത കർണാടക വഴി ഗുജറാത്തിലെത്തി. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പഠിക്കുന്ന കോഡാണ്. കേരളത്തിൽ നിന്നും ഗോമാത കർണാടക വഴി ഗുജറാത്തിൽ എത്തി. ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട്. പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി 1,60,000 ചതുരശ്ര കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ: സൈലന്റ് വാലി, ഇരവികുളം, പെരിയാർ. ഇന്നത്തെ വീഡിയോയിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അക്കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കിയ ഒന്നുകൂടെ നോക്കാം. 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കേരളം, ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കൂടിയാണ്. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകളിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും പശ്ചിമഘട്ടത്തിലാണ്. കേരളത്തിലെ പ്രധാന ദേശീയ ഉദ്യാനങ്ങളായ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നതും പശ്ചിമഘട്ടം പർവ്വതനിരകളിലാണ്. ഇതിൽ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇരവികുളം, പെരിയാർ എന്നിവ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ.